വെൽക്കം ബാക്ക് ടു അവർ ഡിസ്കഷൻ. 7/7/2024 നടന്നിട്ടുള്ള +1 തുല്യതാ പരീക്ഷ, ഹിസ്റ്ററിയുടെ തുല്യതാ പരീക്ഷയുടെ ആൻസർ കീ ഡിസ്കഷനാണ്. ആദ്യം വൺ വേർഡ് ക്വസ്റ്റ്യൻസ്, അതുപോലത്തെ മാറ്റ് ഫോളോയിങ്സും മാപ്സൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളൊരു മാച്ച് ഫോളോയിങ്സ് ആണ്. സിമ്പിളായിട്ടുള്ള മാച്ച് ഫോളോയിങ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഇതിൽ റൂസോ, സോഷ്യൽ കോൺട്രാക്റ്റ്, ലൂയി 14 ബൂർബോൺ രാജാവ്, ലൂഡിസം സിമ്പിളാണ്, നെപ്പോളിയൻ ബോണപ്പാർട്ട് കോണ്ടിനെൻ്റൽ എഗ്രിമെൻ്റാണ്, കോണ്ടിനെൻ്റൽ വ്യവസ്ഥ സിസ്റ്റമാണ്. ഇതിൽ ഈ 4 മാർക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സിമ്പിളാണ്. ഇനി 2 മുതൽ 7 വരെയുള്ള ചോദ്യത്തിന് ഏതെങ്കിലും 4 എഴുതിയാൽ മതി. എല്ലാം എഴുതണം എന്നില്ല. 5 ചോദ്യങ്ങൾ ഉണ്ട്, അതിൽ 4 എഴുതാനുള്ളൂ. മെസപ്പൊട്ടേമിയൻ നഗരം നമുക്കറിയാം, മാരി, സിമ്പിളാണ്. ചുവടെ നൽകുന്ന ഇംഗ്ലണ്ടിലെ ഭരണാധികാരി ആരായിരുന്നു എന്നുള്ളതാണ്. ലൂയി 14 നമുക്കറിയാം ഏതാണ്, ജർമ്മനിയാണ് അല്ലേ. ഫ്രഞ്ചാണ്, ജർമ്മനിയിലെ ഫ്രഞ്ചാണ്. അഗസ്റ്റസ് നമുക്ക് അറിയാം റോമനാണ്. അപ്പോൾ ഹെൻറി 7 ഉത്തരം. ജോഗ്രഫി എന്നുള്ള ഗ്രന്ഥം രചിച്ചത് ടോളമിയാണ്. ദെൻ റഷ്യയിലെ ബോൾഷെവിക് നേതാവിനെ കണ്ടെത്തുക എന്നാണ്. ഹിറ്റ്ലർ, മുസോളിനി, ടോൾസ്റ്റോയ്, ലെനിനാണ് ആൻസർ അല്ലേ. സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ്. ഫ്ലൈയിങ് ഷട്ടിൽ ജോൺ കെ ശരിയാക്കിയിരിക്കുന്നു. ക്യൂപ്പ് എന്നുള്ളത് ഇങ്കാസിൻ്റെ നമ്പറിങ് സിസ്റ്റമാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 4 എഴുതിയാൽ മതി. ഇതിലും 4 മാർക്ക്, അങ്ങനെ ടോട്ടൽ 8 മാർക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ദെൻ ക്രോണോളജിയൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടാണ്. വേഴ്സായി ഉടമ്പടി 1919 1919 ഒന്നാം ലോക യുദ്ധാനന്തരം ഉണ്ടാക്കിയിട്ടുള്ളതാണ് അല്ലേ. ഐക്യരാഷ്ട്രസഭ ഉണ്ടാക്കിയിട്ടുള്ള 1945 ഒന്നാം ലോക മഹായുദ്ധം 1914 രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങുന്നത് 1939 അപ്പോൾ ആദ്യം ഒന്നാം ലോക മഹായുദ്ധം കാലക്രമത്തിൽ എഴുതാൻ പറഞ്ഞാൽ ആദ്യം സംഭവിച്ചത്. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധം 1, ദെൻ വേഴ്സായി സന്ധി 2, ഇയർ എഴുതണം എന്നില്ല. ദെൻ രണ്ടാം ലോക മഹായുദ്ധം 3-മതായിട്ട് എഴുതുക. ദെൻ 4-മതായിട്ട് ഐക്യരാഷ്ട്ര. ഇതിലും 4 മാർക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഉറപ്പിക്കുന്നു. അപ്പോൾ 12 മാർക്കായി. സിമ്പിളായിട്ടാണ് പരീക്ഷ ഉള്ളത്. വളരെ സിമ്പിളായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട്. ഇനി മാപ്പ് ഞാൻ സ്ക്രീനിലിടാം. മെഡിറ്ററേനിയൻ കടൽ സിമ്പിളായിട്ട് അടയാളപ്പെടുത്താം. കോൺസ്റ്റന്റിനോപ്പിളും റോം, ഇത് റോമാ സാമ്രാജ്യത്തിനെ കുറിച്ചുള്ള പാഠത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഇന്നലെ എക്സാമിൻ്റെ തലേന്ന് നമ്മൾ മാപ്പ് സ്റ്റഡീസ് നമ്മൾ ഓരോ പാഠത്തിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാപ്പ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നോക്കിയവർക്കൊക്കെ 4 മാർക്ക് കിട്ടും. അപ്പോൾ ബാക്കിയുള്ള ക്ലാസ്സുകൾ നമ്മുടെ ഗ്രൂപ്പിൽ വന്നുകൊണ്ടിരിക്കുന്ന നോട്ട്സ് വന്നിട്ടുണ്ട്. ജോയിൻ ചെയ്യുന്നതിന് എന്ത് ചെയ്യാം, ഇതിൽ ലിങ്ക് കൊടുക്കുക ഫസ്റ്റ് കമൻ്റായിട്ട്. +1 തുല്യതാ പരീക്ഷയ്ക്കുള്ള. ഓക്കെ, ഈ 16 മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. കിട്ടിയവർ കമൻറ്റ് ചെയ്യുക.